ഗൈസ്, അപ്പോൾ ഞാൻ ആഷിഖ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വില്ലേജറിനെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനാണ്. അപ്പം ഇന്നലത്തെ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ ജസ്റ്റ് ഗെയിം കയറിയപ്പോൾ ഫുൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ച് വീട്ടിൽ തന്നെ വെച്ച് റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത് വേൾഡ് മൊത്തം ചുറ്റാനിറങ്ങി. അതായത് ഓരോ ബയോം ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ കറങ്ങി ഓരോന്ന് പുതിയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോയതായിരുന്നു. അപ്പം പോയപ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടി. ഞാൻ മെയിനായിട്ട് പോയത് ഒരു ക്യാമലിന്, അതേപോലെ തന്നെ കുറച്ച് സ്നോ, പിന്നെ കുറച്ച് ട്രീ കാര്യങ്ങൾക്കൊക്കെ കഴിയും വുഡ് ഫാം ഉണ്ടാക്കാനായിരുന്നു പോയത്. അപ്പോൾ വുഡ് ഫാം ഞാൻ വലിയ രീതിക്ക് ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ട്രീസ് കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് ഒരു പിങ്ക് ട്രീ ആയിരുന്നു. അതെനിക്ക് കിട്ടി, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയത് ഞാൻ വീടിൻ്റെ 2-3 സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിനി ഫുഡിൻ്റെ ആവശ്യമൊക്കെ വന്നാൽ ഇതുമെന്നൊക്കെ പൊട്ടിച്ചങ്ങ് എടുക്കാം. അതേപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതിനും വലുതൊന്ന് വേറെ ഉണ്ട്. ഒരു ട്രീ ഹൗസ് വരെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യുക, അത്രക്കും വലുതാണ്. അപ്പം നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെസ്റ്റിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അത് ഞാൻ ഇതേപോലെ തന്നെ മൊത്തം കറങ്ങാൻ പോയപ്പം അവിടുന്ന് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു സോംബി ഉണ്ടാകത്തില്ല, ആ സോംബിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം നമ്മളിനി നേരെ പോകുന്നത് എൻ്റെ വുഡ് ഫാം കാണിക്കാനാണ്. അപ്പം വുഡ് ഫാം എന്ന് പറയുന്നത് വലിയ രീതിക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയൊരു വുഡ് ഫാം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ വുഡ് ഫാം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി ആവശ്യമുള്ള വുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ വെട്ടിയെടുക്കാം. നമുക്ക് അത്യാവശ്യത്തിലേറെ വുഡ് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സീരീസ് തീർക്കുന്ന വരെ എടുക്കാനുള്ള വുഡ് എനിക്കിവിടെ ഉണ്ടാവും. പിന്നെയും പുതിയ ട്രീസ് കൊണ്ടുവന്ന് വേണേൽ പ്ലേസ് ചെയ്യുക, അതിനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലാവ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എന്ത് ചെയ്തു, ഒരു ഡസ്റ്റ്ബിൻ്റെ മാതിരി നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. സംഭവം അത് ഒഴുകി ട്രീസിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാനാണ് ഞാൻ ചെയ്തത്. ഞാൻ വിചാരിച്ചത് അതങ്ങനെ സെറ്റ് ചെയ്യാതെ, എന്തായാലും ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വില്ലേജ് ഇത് സെറ്റ് ചെയ്യണം, അതായത് ട്രേഡിംഗ് ഹാള് സെറ്റ് ചെയ്യണം. അപ്പം നമുക്കിനി അതിൻ്റെ പണികളൊക്കെ നോക്കാം. ട്രേഡിംഗ് ഹാൾ ഏകദേശം ഞാൻ കുറച്ച് അപ്പുറത്തേക്ക്, അയൺ ഫാമിൻ്റെയും കുറച്ച് അപ്പുറത്തേക്കായിട്ടാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഈ വീടിൻ്റെയും വില്ലേജിൻ്റെ അടുത്തൂടെ ഓരോന്നും പ്ലേസ് ചെയ്ത് ഇതാക്കുന്നതിനെക്കാളും നല്ലത് കുറേ അപ്പുറത്തേക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലാഗും മാക്സിമം കുറയും. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വില്ലേജിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കുറച്ച് ലോങ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാഗ് മാക്സിമം കുറയ്ക്കാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓട്ടോമാറ്റിക് വില്ലേജ് ക്രോപ്പ് ഫാമിൽ ഞാൻ 2 വില്ലേജറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർ ഒരു വില്ലേജർ അതിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു, അതായത് നമ്മൾ പകുതി അടിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ 2 വില്ലേജർ അതിൻ്റെ അകത്തേക്ക് കയറി അവർ ഓട്ടോമാറ്റിക്കലി ഒരു ക്രോപ്പ് ഫാമേഴ്സായി മാറി. അപ്പോൾ പിന്നെ ഞാൻ അവരെ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് സെറ്റ് ചെയ്ത്. അപ്പം നമുക്കിനി ആൻവിൽ ഉണ്ടാക്കണം. ആൻവിൽ അത്യാവശ്യമാണ്. ആൻവിൽ നമുക്ക് 2 എണ്ണമാണ് ആവശ്യം. ഒന്ന് നമുക്ക് നമ്മുടെ വീട് തന്നെ സെറ്റ് ചെയ്യണം, പിന്നെ ഒന്ന് നമ്മളെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 എണ്ണം ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അത് നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാനുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഒന്ന് അവിടെയും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അവിടെ കൊണ്ട് ചെസ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റിലുണ്ട് നമുക്ക് അവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. വലിയ ഡിസ്റ്റൻസ് ഞാൻ വെച്ചിട്ടില്ല, നമ്മളെ അയൺ ഫാമിൻ്റെ കുറച്ചപ്പുറത്തേക്ക്. അപ്പോൾ അയൺ ഫാമിൻ്റെ ദൂരം നിങ്ങൾക്കറിയാമല്ലോ, വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ഇനി നമുക്ക് കുറേ സീരീസുകളിൽ ഞാൻ പറയും നമ്മളെ ഹോഴ്സസിന് വേണ്ടിയിട്ടൊരു ഇത് സെറ്റ് ചെയ്യണമെന്ന്. പക്ഷേ അത് ഇതുവരെ ആയിട്ടില്ല, നമുക്ക് അടുത്ത സീരീസിൽ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇതാണ് ഗൈസ്, ട്രേഡിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ്. അതിലിനി ലോയലിറ്റി അതേപോലെ തന്നെ റെപ്റ്റൈഡൊക്കെ സെറ്റ് ചെയ്യണം, എന്നാൽ അത് അടിപൊളിയായിരിക്കും. ലോയൽറ്റി നമ്മൾ ആഡ് ചെയ്താൽ പിന്നെ നമ്മൾ ചത്താലും അത് നമ്മളുടെ അടുത്ത് ഇങ്ങനെ തിരിച്ചു വരും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ മാക്സിമം ഗൈസ് വേൾഡിൽ എവിടെ ഇതുപോലെ ലീഫ് കണ്ടാലും എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ വരും. കാരണം ഞാൻ കുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യൽ ഈ ഒരു ലീഫാണ്, അതായത് അതിൻ്റെ അടിയിൽ വീണെടുക്കുന്ന ഒരു ലീഫാണ്. അത് യൂസ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാനും സുഖമാണ്. കോൾ മൈൻ ചെയ്യാൻ അത്ര കഷ്ടപ്പെടുകയൊന്നും വേണ്ട.
കോള് കയ്യിലുണ്ടെങ്കിലും ഞാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് കോള് മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനും എളുപ്പമാണ്. ടോർച്ച് ഉണ്ടാക്കാനൊക്കെ നമുക്ക് കോൾ അത്യാവശ്യം ആവശ്യമാണല്ലോ. അപ്പം എന്താ പറയുക, നമ്മൾ കോളിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചാൽ കോള് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ പിന്നെ ഇതുപോലെ ലീഫ് വുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ മാക്സിമം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോളുകളൊക്കെ നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ പറയുക, ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നിടത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അയൺ ഫാം ഇതാ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായും, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഈ ഒരു ചെടിയിൽ നിന്നാണ് നമുക്ക് വീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പം നമ്മളെ ഒരു ഹെൻ ഫാം, അതായത് ഒരു കോഴി ഫാമിന് ഉപകാരപ്പെടുകയായിരിക്കും. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് മൊത്തം ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു പ്ലെയിൻ ഏരിയയിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര, അതായത് 10 ആണ് 10, 15 ആണ് 15, എത്രയാണോ അത് നിങ്ങൾക്ക് എടുക്കുക. അപ്പം ആ ഒരു ഇതിൽ നേരെ ഒരു എന്താ പറയുക, ഒരു ഇത് കുഴിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരറ്റത്ത് നിന്ന് ഈ പോലെ, അതായത് 2 ബ്ലോക്ക് ഈ പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. ഒരു ബ്ലോക്ക് വിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തതിന് ശേഷം എക്സ്ട്രാ 2 സൈഡിലും ഓരോ ബ്ലോക്ക് കൂടിയും സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി ഒരു 15 ചെയ്താൽ പിന്നെ ഒരു 16, 17 രണ്ടെണ്ണം കൂടിയും ആഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പം എനിക്ക് അത്രയും സാധനങ്ങൾ പ്ലേസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്തത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബേസായിട്ട് വരുന്നത്. ഇനി ഇതിൽ മൊത്തം നമുക്ക് വുഡ് പ്ലേസ് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വുഡ് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ ഡേർട്ട് അവിടെ നിന്ന് എടുത്തെടുത്ത് മൊത്തം വുഡ് പ്ലേസ് ചെയ്യുക. അപ്പം മൊത്തം ആ ഒരു എടുത്ത കുഴി മൊത്തം നമ്മൾ ഡേർട്ടല്ല വുഡ് പ്ലേസ് ചെയ്യണം. അതൊരു കാണാനൊരു ഭംഗിയൊക്കെയാണ്. പിന്നെ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ഹൈറ്റിൽ ഈ ബ്ലോക്ക് പൊക്കണം. കാരണം വില്ലേജർ അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള സ്പേസ് വേണമല്ലോ. അപ്പം ഒരു 2 അല്ലെങ്കിൽ 3 ഹൈറ്റിൽ അത് പൊക്കിയതിന് ശേഷം അത് ഫുള്ള് കവർ ചെയ്യണം. അതായത് ബാക്ക് സൈഡ് നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് മേത്തൽ കവർ ചെയ്തതിന് ശേഷം മേത്തലും സൈഡും കവർ ചെയ്യുക. ബാക്ക് സൈഡ് വില്ലേജർ അതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബ്ലോക്ക് അപ്പുറത്തേക്ക്, അതായത് ആ വുഡിൻ്റെ നേരെ ബാക്ക് സൈഡായിട്ട് വേണം ആ ഒരു ഇത് പ്ലേസ് ചെയ്യാൻ. അല്ലെങ്കിൽ വില്ലേജർ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ ചത്തുവും. കാരണം അതിൻ്റെ ഉള്ളിൽ ഇടുങ്ങി നിൽക്കുന്ന നേരം വില്ലേജർ പെട്ടെന്ന് തന്നെ ചത്തുവും. അതിനോണ്ട് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ഒരു മോഡലായിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഒരു വുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വില്ലേജറിന് നിൽക്കാനുള്ളൊരു പ്ലേസും നമുക്ക് ആ ഒരു സാധനം വെക്കാനുള്ളതും കിട്ടും. അപ്പോൾ ആ കാണുന്ന വുഡിൽ ആ ഒരു സെറ്റിലാണ് വില്ലേജേഴ്സിനെ പ്ലേസ് ചെയ്യുക. പിന്നെ ഈ ഒരു ഡേർട്ട് കാണുന്ന ഭാഗം നമ്മൾ എന്താ ചെയ്യണം, ബ്ലോക്ക് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വുഡൻ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതുണ്ടാക്കാൻ വുഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് സ്റ്റോണോ അയൺ ബോക്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാനിപ്പോൾ വുഡ് യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വുഡാണ് കാണാനൊരു എന്താ പറയുക, ഒരു ഇത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വുഡ് വെച്ച് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളെ വില്ലേജ്, അതായത് ട്രേഡിംഗ് ഹാൾ സെറ്റായിട്ടുണ്ട്. അതായത് ഒരു ട്രേഡിങ്ങിനുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്യണം. പിന്നെ വില്ലേജറിനെ അതിൽ ആഡ് ചെയ്യണം. വില്ലേജേഴ്സിന് കറക്റ്റ് ഓരോന്നിലും പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഏതൊക്കെ ട്രേഡ് ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണോ അതൊക്കെ കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ പ്ലേസ് ചെയ്യണം. അപ്പം ലൈറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലാമ്പ് വേണം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടോർച്ച് യൂസ് ചെയ്യുക. അതിനുശേഷം വില്ലേജ് ബ്രീഡർ ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ഫ്രണ്ടിലായിട്ട് 2 ബ്ലോക്ക്സ് ഡേർട്ട് മൈൻ ചെയ്തതിന് ശേഷം അവിടെ ഫുള്ള് വുഡ് മൈൻ ചെയ്ത സ്ഥലത്ത് ഇനി വുഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യണം. അത് വേണേ ചെയ്താൽ മതി, ആവശ്യമില്ല. അപ്പം ഞാൻ എന്തായാലും കുറച്ചുകൂടി എക്സ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഫുള്ള് വുഡ് വെച്ച് കവർ ചെയ്യാണ്. അതിനുശേഷം വുഡൻ പ്ലേറ്റ് യൂസ് ചെയ്ത് മേൾഭാഗം മൊത്തം കവർ ചെയ്യണം. കാരണം സോംബീസ് അതേപോലെ തന്നെ സ്കെൽട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്ന നേരം ഈ വില്ലേജേഴ്സിന് അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ മേത്തലായിട്ട് കറക്റ്റ് ഒരു ബ്ലോക്ക് മേത്തൽ വുഡൻ പ്ലേറ്റ് സെറ്റ് ചെയ്യുക. കറക്റ്റ് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ഡേർട്ടിൻ്റെ മേത്തിൽ സെറ്റ് ചെയ്ത ഓരോ ഇതിൻ്റെ നേരെയായിട്ട് സെറ്റ് ചെയ്താൽ കറക്റ്റ് ആ ഒരു പ്ലേസ് നമുക്ക് കിട്ടും. അപ്പം അത് സെറ്റ് ചെയ്തതിന് ശേഷം മൊത്തം ആ ഒരു വുഡൻ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് അത് കവർ ചെയ്യുക. അത് കവർ ചെയ്തതിന് ശേഷം ഇത് ട്രേഡിംഗ് ഹാൾ സെറ്റായിട്ടുണ്ട്. ഇനി ട്രേഡിംഗ് ഹാളിലൊക്കെ ആവശ്യമുള്ളത് വില്ലേജറിനെയും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധനങ്ങളുമാണ്. അപ്പം അതൊക്കെ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇനി ടോർച്ച് ആവശ്യമുള്ളതൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം
വില്ലേജേഴ്സിനെയും ട്രേഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വീണ്ടും പിന്നീട് ആഡ് ചെയ്യുന്നതാണ്. അതൊക്കെ അടുത്ത സീരീസുകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മളെ ട്രേഡിംഗ് ഹാളിൻ്റെ ഇത് വരുന്നത്. ഇനി ഇതിൽ വില്ലേജേഴ്സിനെ പ്ലേസ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പം വില്ലേജേഴ്സ് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നേരം ബാക്കിൽ ഓരോ ബ്ലോക്ക് പൊട്ടിച്ച് അതിലേക്ക് സെറ്റ് ചെയ്താൽ മതി. അപ്പം ഇത്രയാണ് നമ്മളെ ട്രേഡിംഗ് ഹാളിൻ്റെ വർക്ക് വരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സീരിയസ് ആയിട്ട് കാണുന്നവരെ ബൈ.